എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഇക്കണോമിക്സിൽ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് നമ്മൾ ക്ലാസ് റൂമിൽ +1 ബന്ധപ്പെടുത്തി ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 3 ക്ലാസ്സുകൾ നമ്മളിവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഇതിലെ തുടക്ക ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യ ദിവസം ഇന്ത്യ സ്വതന്ത്രമാകുന്നതും ഏത് രീതിയിലുള്ള ഇക്കണോമിക് സിസ്റ്റം നമ്മൾ പിന്തുടരണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനായിരുന്നു. അവിടെ നിന്ന് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ചതിനെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. പിന്നീട് ഇക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാപിറ്റലിസം, അതുപോലെ സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തൊട്ട് മുന്നേ നടന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് പ്ലാനിങ്, ഇന്ത്യയിലേക്ക് പഞ്ചവത്സര പദ്ധതി കടന്നു വരുന്നത്, സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടന്നു വരുന്നതും പ്ലാനിങ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തതും ഓർക്കുന്നുണ്ടല്ലോ. പിന്നീട് ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ, പ്രധാനമായിട്ടും അവിടെ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. അതല്ലാതെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ അത് അവൈലബിൾ ആണ്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് ടെക്സ്റ്റിൽ ആ ഭാഗങ്ങളൊക്കെ വായിച്ചിരിക്കണം. നമുക്ക് അവിടെ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലുകൾ, ഗ്രോത്തുമായി ബന്ധപ്പെടുത്തി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പരിശോധിക്കാനുണ്ട്. വിവിധ സ്ലൈഡുകളിലായിട്ട് നമുക്കിവിടെ അത് പരിശോധിക്കാം. അവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ ഇക്കോണമിയുമായി നമ്മുടെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സുകൾ, ഒരുപാട് കണക്കുകൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല സൂചികകളും, അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിച്ച് അത് എഴുതുമ്പോഴും ഇയറും കൂടി കണക്ട് ചെയ്തുകൊണ്ട് എഴുതണം. അപ്പോൾ 1950 GDP ആയിരിക്കില്ല 1960. എന്നാൽ അതേസമയം ഓരോ കാലഘട്ടങ്ങളിലെ ഒരു ശരാശരി കണക്ക്, ഒരു ഉദാഹരണത്തിന് 1950 പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടേർഷ്യറി, ഈ സെക്ടറുകളിൽ നിന്ന് GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഏതിൽ നിന്നായിരുന്നു, പിന്നീട് ആ രീതിയിലുള്ള ഒരു ഓർഡർ വെച്ചുകൊണ്ടുള്ള ഒരു പഠനം കൂടി നമ്മുടെ കയ്യിലുണ്ടാവണം. വ്യക്തമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾക്ക് അറിയില്ലെങ്കിലും ഇതിൽ ഏതായിരുന്നു പ്രിഡോമിനൻറ്റ് സെക്ടർ, അത് 1990കളിലേക്ക് എത്തിയപ്പോഴെങ്ങനെയായിരുന്നു, ഈ പറയുന്നതൊക്കെ ഒരു റാങ്കിങ് വെച്ചുകൊണ്ടുള്ള ഒരു പഠനം നമ്മുടെ മുന്നിലുണ്ടാവണം. കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അവയുടെ ആ റാങ്കുകൾ നമ്മൾ ഓർത്തു വെക്കണം. 50കളിൽ GDPയിലേക്കുള്ള സെക്ടറൽ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ഇത് 60ലേക്ക് എത്തുമ്പോൾ, 90കളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത്, അതാണ് നമ്മളിവിടെ കാര്യമായിട്ട് പരിശോധിക്കുന്നത്. ഈ ബോർഡിലൂടെ നമുക്കത് പരിശോധിക്കാം. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗറിലേക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ നിങ്ങൾക്ക് കാണാം, കമ്മീഷൻ ഡിസ്കസ് ഇന്ത്യാസ് ഫ്യൂച്ചർ. അവിടെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ 1950 എസ്റ്റാബ്ലിഷ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു. 1951 ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് പറയുന്നു. ജവഹർലാൽ നെഹ്റുവാണ് ഫസ്റ്റ് ചെയർമാനും, അതുപോലെ ഗുൽസാരിലാൽ നന്ദ ഫസ്റ്റ് വൈസ് ചെയർമാനായിരുന്നു. പിന്നീട് അവിടെ പറഞ്ഞു PC മെഹലനോബിസിനെ കുറിച്ച്, ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് PC മെഹലനോബിസ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഈ വ്യക്തിയെ നമ്മൾ ഓർത്തു വെക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പറഞ്ഞു വെച്ചതായിരുന്നു പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, അല്ലേ? പ്ലാനിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമൈൻഡ് മാനർ ടു അച്ചീവ് സെർട്ടൈൻ ഗോൾസ്. ചില ലക്ഷ്യങ്ങൾ, സ്പെസിഫിക് ടൈം പീരീഡ് എന്നുകൂടി ഉണ്ട്, അല്ലേ? ചില പ്രത്യേക കാലത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുക, പ്ലാനിംഗ് എന്ന് പറയുക. നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്കും അവൈലബിൾ ആണ്. കാണാത്തവരത് കാണണം. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അവിടെ പ്രധാനമായും പറഞ്ഞ ഒരു ലക്ഷ്യം ഗ്രോത്താണ്, വളർച്ച എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദന മേഖലകളിൽ വർധനവുണ്ടാവുക, ഉൽപ്പാദന വളർച്ച ഉണ്ടാവുക, അതിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി വിഭവങ്ങളെ വിനിയോഗിക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് GDP എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
അപ്പോൾ എല്ലാ മേഖലയിലും ഉൽപ്പാദന വളർച്ചയുണ്ടാവുക, ഇക്കോണമിയിൽ വളർച്ചയുണ്ടാവുക, അതിനുവേണ്ടി നമ്മുടെ വിഭവങ്ങളെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു. കുറേ നമുക്ക് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ലക്ഷ്യം മോഡേണൈസേഷൻ, അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. ഇതിനെ നമുക്ക് മെക്കനൈസേഷൻ എന്നും വേണമെങ്കിൽ പറയാം. പുത്തൻ സാങ്കേതിക വിദ്യ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അതുപോലെ സർവീസ് സെക്ടറുകളിലൊക്കെ അഡോപ്റ്റ് ചെയ്ത് അവിടെ പ്രോഡക്റ്റിവിറ്റി വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ കൃഷി, പരമ്പരാഗതമായ കൃഷിയിൽ നിന്ന് യന്ത്രങ്ങൾ കടന്നു വരുന്നതോടുകൂടി അവിടെ സ്പീഡിയാവും, വളരെ വേഗത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആധുനികവൽക്കരണം ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ സെൽഫ് റിലയൻസ്, റിലയിങ് ഓൺ വൺ സെൽഫ്. അവിടെ പറഞ്ഞു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ അത് പരമാവധി ഉൽപ്പാദിപ്പിക്കുക. മറ്റു രാജ്യങ്ങളെ സാധന സേവനങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരണം. അതോടൊപ്പം രാജ്യത്തിനകത്ത് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത വളർത്തിയെടുക്കുക. ഇത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഇനി ഈ 3 ലക്ഷ്യങ്ങൾ നേടിയെടുത്താലും ഇക്വിറ്റി ഒരു സാമൂഹികമായ ഒരു ലക്ഷ്യമാണത്. ഓരോരുത്തർക്കും ഇവിടെ ആവശ്യമായിട്ടുള്ള സാധന സേവനങ്ങൾ ഉറപ്പുവരുത്തണം. സമത്വം എന്ന് പറയുന്നത്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു പോകുമ്പോൾ ഒരു രാജ്യത്ത് സാമൂഹിക തിന്മകൾ വർദ്ധിക്കും. അത് സാമ്പത്തികമായ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ സമത്വം അതിലൂന്നിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയിൽ ഒരുപാട് പ്രോഗ്രാംസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിലും അടുത്ത ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ പരിശോധിക്കേണ്ടത് സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു GDP ആണ്. സെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇക്കോണമിയിലെ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അല്ലേ. പ്രൈമറി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡറി ഇൻഡസ്ട്രിയൽ സെക്ടർ, ടേർഷറി സർവീസ് സെക്ടർ. ഈ സെക്ടറുകൾ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്? സെക്ടറൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ഇക്കോണമിയുടെ വളർച്ച എന്ന് പറയുന്നത് അവിടെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. 1950-ൽ പ്രാഥമിക മേഖലയിൽ നിന്ന്, പ്രൈമറി സെക്ടറിൽ നിന്ന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 59.26, 1950-51 ആ കാലഘട്ടത്തിൽ. സെക്കൻഡറിയിലോ 13.29. ടേർഷറി സെക്ടറിൽ നിന്നോ 28.03. ഈ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 1950-51 കാലയളവിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഏതായിരുന്നു? കാർഷിക മേഖലയായിരുന്നു. അവിടെ നിന്നായിരുന്നു കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. രണ്ടാമതോ സർവീസ് സെക്ടർ. ഇന്ത്യയിലെ വ്യവസായ മേഖല വല്ലാതെ വളർന്നിട്ടില്ല, അവിടുത്തെ ഗ്രോത്ത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻസും കുറവായിരുന്നു. ഇനി മറ്റൊരു ഇയർ നോക്കുകയാണ്, 1970-71, ഒരു 20 വർഷം കഴിഞ്ഞിട്ട്. 1970-71 പ്രൈമറി സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഒന്ന് കുറഞ്ഞു, 48.23. അപ്പോൾ ഏത് മേഖലയെ വർദ്ധിച്ചത്? സെക്കൻഡറി സെക്ടറിൽ 19.91 ഒരു വർധനവുണ്ടായിട്ടുണ്ട്, വളരെ ഒരു നാമമാത്രമായിട്ടുള്ളൊരു വർധനവ്. ടേർഷറി സെക്ടറിലോ 32.18, അവിടെയും ഒരു വർധനവുണ്ടായി. ഒരു 20 വർഷക്കാലത്തിനിടയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചു കുറഞ്ഞു. എന്നാൽ വ്യവസായ സേവന മേഖലയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയിലും സർവീസ് സെക്ടറിലും ഉൽപ്പാദന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു എന്നുള്ളത്. ഈ ഒരു ഫിഗർ നമുക്കിവിടെ വ്യക്തമാണ്. 1970-71 കാലയളവിലും ഇന്ത്യയിലെ GDP-യിലേക്കുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി സെക്ടറിൽ നിന്ന് തന്നെയാണ്. ടെർഷറി സെക്ടറിൽ നിന്നാണ് രണ്ടാമത്. ഇൻഡസ്ട്രി അപ്പോഴും ഒരു ഇൻഫാൻട്രി സ്റ്റേജ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഒരു 20 വർഷത്തിന് ശേഷം 1990-91 കാലയളവിലെ സെക്ടറൽ കോൺട്രിബ്യൂഷൻസ് പരിശോധിച്ചാൽ ഇവിടെ പ്രിഡോമിനൻറ്റ് സെക്ടറായി മാറുകയാണ് ഏത്? ടെർഷറി സെക്ടർ, സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. സർവീസ് സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 40.58, കാർഷിക മേഖലയിൽ നിന്നോ
34.52. സെക്കൻഡറി സെക്ടറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്, 24.49. എന്നിരുന്നാലും രാജ്യത്തെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് ഏതായി മാറുകയാണ്? സർവീസ് സെക്ടറായി മാറുകയാണ് 90കളിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ 50കളിൽ കാർഷിക മേഖലയായിരുന്നു പ്രിഡോമിനൻ്റ് എങ്കിൽ 90കളിൽ എത്തിയപ്പോൾ 90-91 കണക്ക് പ്രകാരം 40%-ലധികം GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയിരുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് വല്ലാതെ വളർന്നു എന്നൊരു ഫിഗർ നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ 50കളിൽ കാർഷിക മേഖലയായിരുന്നു GDP-യിലേക്കുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ 90കളിൽ സർവീസ് സെക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഒക്യുപ്പേഷണൽ ചേഞ്ചിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫിഗർ പ്രകാരം ഒരു സെക്ടറൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കാർഷിക മേഖല എന്ന് പറയുന്നത് അവികസിതമായ സമ്പദ് വ്യവസ്ഥയുടെ തുടക്കമാണ്. പിന്നെ അത് വികസിക്കുന്നതിനനുസരിച്ച് അവിടുത്തെ വ്യവസായങ്ങൾ മെച്ചപ്പെടും. അപ്പോൾ അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, അവിടെ ഉൽപ്പാദനം വർദ്ധിക്കും, അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിക്കും. അടുത്ത ഘട്ടത്തിൽ ഡെവലപ്ഡ് നാഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ സർവീസ് സെക്ടർ വളരും, അവിടെ തൊഴിലവസരങ്ങൾ കൂടും, അവിടെ നിന്ന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടും. അപ്പോൾ ഇവിടെ ഒരു സൂചനയുണ്ട്, സർവീസ് സെക്ടർ എന്ന് പറയുന്നത് വളർന്നു, പക്ഷേ അവിടെ വ്യവസായ മേഖല കാര്യമായിട്ട് വളർന്നില്ല എന്ന ഒരു നെഗറ്റീവ്നെസ് കൂടി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു ചാർട്ടിൽ 2010-11 ഒരു 20 വർഷം കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. 2010-11 കാർഷിക മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 14.5, വ്യവസായ മേഖലയിൽ നിന്ന് 22.9, ദെൻ സർവീസ് സെക്ടറിൽ 62.6. സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ഒരു മേജർ സെക്ടറായി മാറിയിരിക്കുകയാണ്. സേവന മേഖല, അവിടുത്തെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സേവനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ അല്ലേ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അങ്ങനെ പറയുന്നതൊക്കെ അതിലേക്ക് വരുന്നതാണല്ലോ. അവിടെയാണ് പ്രധാനമായിട്ടുള്ള തൊഴിലിടം സൃഷ്ടിക്കപ്പെടുന്നത്, കൂടുതൽ ഉൽപ്പാദനങ്ങൾ നടക്കുന്നത്, GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നടക്കുന്നത്. 2014-15 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി തന്നിട്ടുണ്ട്. കാർഷിക മേഖലയിലും സെക്കൻഡറി സെക്ടറിലും ടെർഷറി സെക്ടറിലും ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് GDP എന്ന് പറയുന്നിടത്ത് 1900 മുതൽ 1950 വരെയുള്ള 50 വർഷം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിലോ 2% ആയിരുന്നു, അറൗണ്ട് 2% GDP എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നിടത്ത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. സ്വാതന്ത്ര്യം നേടി 50 മുതൽ 60 വരെയുള്ള ആ 10 വർഷക്കാലത്തിനിടയിൽ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.59% GDP. അത് 60-70 അടുത്ത 10 വർഷത്തിൽ 3.95, പിന്നീട് 70-80 അങ്ങനെ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1980-90ലേക്ക് 5.79, 2015-16 7.6% നമ്മുടെ ഇക്കോണമി GDP എന്ന് പറയുന്നത് വളർന്നു വന്നിട്ടുണ്ട്. ലോകത്തിലെ ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് നമ്മുടെ രാജ്യം വളർന്നിട്ടുണ്ട്. എന്നാൽ ഈ കോവിഡ് പാൻഡമിക്കിൽ എല്ലാ ഇക്കോണമികളിലും തകർച്ച നേരിട്ടിട്ടുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും കാര്യമായിട്ടുള്ള തകർച്ച അത് നേരിട്ടിട്ടുണ്ട്. അത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തി നമ്മൾക്ക് പത്രങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗറുകൾ ലഭ്യമാവുന്നതാണ്. വിദ്യാർത്ഥികൾ അതെടുത്ത് പരിശോധിക്കണം. നെഗറ്റീവാണ് ഗ്രോത്തായിട്ട് കാണിക്കുന്നത്. അത് ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥകളും ഈ കോവിഡ് പാൻഡമിക്കിൽ അവിടുത്തെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നെഗറ്റീവായി മാറിയിട്ടുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും. അപ്പോൾ സിലബസിന് പുറമേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വായിച്ചെടുത്ത് മനസ്സിലാക്കി വെക്കണം ഓരോ ഇക്കണോമിക്സ് വിദ്യാർത്ഥികളും. ഇനിയും സമ്പദ് വ്യവസ്ഥയുടെ GDP-യുടെ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കാണുകയും വേണം. അപ്പോൾ ഇവിടെ ഈ പഠിക്കുന്നതോടൊപ്പം ആ വക കാര്യങ്ങളിൽ കൂടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ വായനയിലേക്ക് കൊണ്ടുവന്ന് ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ സമ്പദ് വ്യവസ്ഥയെ എപ്പോഴും അവിടുത്തെ ചലനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കൂടി ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു ഗ്രോത്തുമായിട്ട്, ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് GDP-യുമായിട്ട് ബന്ധപ്പെടുത്തി പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറുകളിൽ അത് 1950, 60, 70, then 80 and 90 അങ്ങനെ 10 വർഷങ്ങളിലെ ആ ഇയറുകളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ റിവീൽ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു
ഈ കണക്കുകളൊക്കെ ഓരോ വർഷങ്ങളിലെയും കൃത്യമായിട്ടുള്ള ആ ഡാറ്റകൾ പഠിച്ചു വെക്കുക എന്നതിനേക്കാൾ അപ്പുറം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ടായിരിക്കുക. ഏത് സെക്ടറാണ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അത് അടുത്ത സെക്ടർ എങ്ങനെയായിരുന്നു, സെക്ടറൽ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് കൂടുതൽ നമ്മൾക്ക് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ എളുപ്പമുള്ള മാർഗം. അപ്പോൾ ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റിലെ ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ച് നോട്ടിലേക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എഴുതി വെക്കുക. അതൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.